ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 2-ലെ മാക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് 2 ആണ്. നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വിഷയം. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് നാഷണൽ ഇൻകം ആൻഡ് നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ നാഷണൽ ഇൻകം? നിങ്ങൾക്കറിയാം എന്താണ് നാഷണൽ ഇൻകം എന്നല്ലേ? ആ പേര് തന്നെയുണ്ട്, നാഷണൽ ഇൻകം. ഓക്കെ, national income is the sum total of money value of all final goods and services produced by an economy during a financial year. എന്താ എൻ്റെ അർത്ഥം? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഒരു വർഷം, നമ്മുടെ വർഷത്തിൽ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ, ടോട്ടൽ മണി, മൊത്തത്തിലുള്ള ടോട്ടൽ മണി വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം ഈസ് ദി സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂവിൻ്റെ ടോട്ടലിനെയാണ്, സമ്മിനെയാണ്, സം ടോട്ടൽ ഓഫ് മണി വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് അറിയപ്പെടുന്നത്. അത്രയും മനസ്സിലായല്ലോ. ഇനിയും ഈ നാഷണൽ ഇൻകവുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ GDP, NDP, GNP, NNP, ഗ്രീൻ GNP, പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. ഇങ്ങനെ അതിൻ്റെ ഈ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഇവ. ഓക്കെ, അത് മനസ്സിലായല്ലോ. എന്താണ് നാഷണൽ ഇൻകം എന്ന് മനസ്സിലായല്ലോ. നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞേ ഉള്ളൂ. GDP, NDP, GNP, NNP, ഗ്രീൻ GNP, പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. ഇവ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നാഷണൽ ഇൻകം എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് GDP. എന്താണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാൽ എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാൽ എന്താ? GDP ഈസ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് നേഷൻ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഇതായത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ള നമ്മുടെ ഓവറോൾ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനിലെ അതിൻ്റെ മണി വാല്യൂവിൻ്റെ ടോട്ടലിനെയാണ് GDP എന്ന് പറയുന്നത്, അല്ലേ? ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി സച്ച് ആസ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്, എംബസീസ് ആൻഡ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അറ്റ് അബ്രോഡ്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഇത് എവിടത്തെയാണ്? ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡൊമസ്റ്റിക് ടെറിട്ടറി ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, എന്താണ് NDP? NDP എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. NDP എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? NDP ഈസ് ദി നെറ്റ് ഔട്ട്പുട്ട് ഓഫ് ദി നേഷൻ ഡ്യൂറിങ് ദി ഇയർ. അതായത് എത്ര ഔട്ട്പുട്ട്, ഒരു വർഷത്തിൽ എത്ര നെറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു നേഷനിൽ എത്ര നെറ്റ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നു എന്നതിനെ കാണിക്കുന്നതാണ് NDP അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. NDP കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീനിങ് എന്താണ്? ഡിപ്രീസിയേഷൻ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുക, ആ സാധനം വാങ്ങിക്കുമ്പോൾ
അതിൻ്റെ ഓരോ തവണയും അതിൻ്റെ മൂല്യം എന്ത് ചെയ്യുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെയാണ് എന്താണ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് ആ ഒരു എഫക്റ്റിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ജി ഡി പി മൈനസ് ഡിപ്രീസിയേഷൻ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഡി പി മൈനസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണം കണ്ടു. ഒന്ന് ജി ഡി പി എന്താണെന്ന് പറഞ്ഞു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, എൻ ഡി പി എന്താണെന്ന് പറഞ്ഞു, അതായത് നെറ്റ് ഔട്ട്പുട്ട് ഓഫ് ദി നേഷൻ ഡ്യൂറിങ് ദി ഇയർ. ഒരു വർഷത്തിൽ നേഷനിലെ നെറ്റ് ഔട്ട്പുട്ടിനെയാണ് എൻ ഡി പി എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ജി ഡി പി മൈനസ് ഡിപ്രീസിയേഷൻ. ഇത് എക്സാമിന് 1 വേർഡിനൊക്കെ ചോദിക്കാം ഈ ഇക്വേഷനൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് GNP. What do you mean by GNP? What do you mean by? Okay, gross national product. GNP means എന്താ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നാണ് GNPയുടെ ഫുൾ ഫോം. ഓക്കെ, GNP എന്ന് വെച്ചാൽ എന്താണ്? GNP ഈസ് ദി സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരു ഡൊമസ്റ്റിക് കൺട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വർഷത്തിലുള്ളൊരു കണക്ക്, ഒരു മണി വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, GDP എന്താണെന്ന് പറഞ്ഞല്ലേ. GNP എന്താ പറയുന്നത്? നമ്മുടെ എക്കണോമി എന്ന് പറയുമ്പം ഡൊമസ്റ്റിക് മാത്രം വരുമോ? ഇല്ല, ഡൊമസ്റ്റിക്കലി മാത്രമല്ല, അബ്രോഡും എല്ലാം വരും അല്ലേ. അപ്പം എന്താണ്, നമ്മുടെ ഈ എക്കണോമിയിൽ വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ മണി വാല്യൂവിനെയാണ് GNP എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. ഇപ്പോൾ GNP എന്താണെന്ന് മനസ്സിലായല്ലോ. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദി സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, include output produced both domestically and at abroad. അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ മാത്രമല്ല, ഡൊമസ്റ്റിക്കലി മാത്രമല്ല, അബ്രോഡും എന്താണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ GDP പറഞ്ഞപ്പോൾ എന്താണ്, ഒരു ഡൊമസ്റ്റിക് കൺട്രിയിലെ ഒരു ഡൊമസ്റ്റിക്കിലെ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് അബ്രോഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയും GNPയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നോമിനൽ GNP ഉണ്ട്, റിയൽ GNP ഉണ്ട്, പൊട്ടൻഷ്യൽ GNP ഉണ്ട്, ആക്ച്വൽ GNP ഉണ്ട്. അപ്പം GNP എത്രയായിട്ട്? 4ആയിട്ട്, അതിനകത്ത് 4ആയിട്ട് GNP തരംതിരിച്ചിട്ടുണ്ട്. നോമിനൽ GNP, റിയൽ GNP, പൊട്ടൻഷ്യൽ GNP, ആക്ച്വൽ GNP. ഓക്കെ, അത് മനസ്സിലായല്ലോ. GNP എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് NNP. എന്താണ് NNP? NNP എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, NNP എന്ന് പറയുന്നത്. അപ്പം NNP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണെന്നുള്ളത് ഫസ്റ്റ് എഴുതി വെക്കണം. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? വാല്യൂ ഫ്രം വിയർ ആൻഡ് ടിയർ ഓവർ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഓരോ പീരീഡ് ഓഫ് ടൈമിലെ വിയർ ആൻഡ് ടിയറിൻ്റെ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്രീൻ GNP? നമുക്ക് അല്ലാതെ എക്സ്ട്രാ ഒരു പോയിൻ്റായിട്ട് വന്നതായിരുന്നു ഗ്രീൻ GNP. നമുക്കിതിനകത്ത് തന്നെ പറയാൻ പറ്റും. ഗ്രീൻ GNP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്തിനായിട്ട് ഉൾപ്പെടുന്നു? എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നു അല്ലേ. അപ്പോൾ ഗ്രീൻ GNP എന്ന് പറഞ്ഞാൽ എന്താണ്? GNP അഡ്ജസ്റ്റഡ് ഫോർ എൻവിയോൺമെൻറ്റൽ ഡാമേജസ്. GNP എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? എൻവിയോൺമെൻറ്റൽ ഡാമേജുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ GNP എന്ന് പറയുന്നത്. GNP അഡ്ജസ്റ്റഡ് ഫോർ എൻവിയോൺമെൻറ്റൽ ഡാമേജസ്. എൻവിയോൺമെൻറ്റ് ഡാമേജസിന് വേണ്ടി GNP അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ GNP എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഗ്രീൻ GNP ഇനി എക്സ്ട്രാ പറഞ്ഞു തരണ്ടായല്ലോ. ഗ്രീൻ GNP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻവിയോൺമെൻറ്റൽ ഡാമേജസിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് GNPയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ GNP എന്ന് പറയുന്നത്. NNP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണെന്ന് പറയണം. ഡിപ്രീസിയേഷൻ എന്താണെന്ന് അതിനകത്ത് എഴുതണം, വാല്യൂ ഫ്രം വിയർ ആൻഡ് ടിയർ ഓവർ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇനി ഗ്രീൻ GNP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം, GNP അഡ്ജസ്റ്റഡ് ഫോർ എൻവിയോൺമെൻറ്റൽ ഡാമേജസ്. എൻവിയോൺമെൻറ്റൽ ഡാമേജസിന് വേണ്ടി എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? GNPയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ GNP എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോയിന്റ്, പേഴ്സണൽ ഇൻകം. എന്താണ് പേഴ്സണൽ ഇൻകം? പേഴ്സണൽ ഇൻകം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പേഴ്സണൽ ഇൻകം ഈസ് എ മെഷർ ഓഫ് എ ആക്ച്വൽ കറൻറ്റ് ഇൻകം റെസിപ്റ്റ് ഓഫ് പേഴ്സൺ ഫ്രം ഓൾ റിസോഴ്സസ്.
ഒരു പേഴ്സണ് അയാളുടെ എല്ലാ റിസോഴ്സസിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന എന്താണ് ഇൻകത്തിനെയാണ്, അല്ലെങ്കിൽ കറണ്ട് ഇൻകത്തിനെ, ആക്ച്വൽ കറണ്ട് ഇൻകത്തിൻ്റെ റെസിപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലേ. പേഴ്സണൽ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദി ആക്ച്വൽ കറണ്ട് ഇൻകം റെസിപ്റ്റ് ഓഫ് പേഴ്സൺ ഫ്രം ഓൾ റിസോഴ്സ്. അയാൾക്ക് ലഭിക്കുന്ന എല്ലാ റിസോഴ്സസിൽ നിന്നുള്ള ഇൻകം, അതാണ് പേഴ്സണൽ ഇൻകം. ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ ഇൻകംസ് റിസീവ്ഡ് ബൈ ഓൾ പീപ്പിൾ ഓഫ് എ കൺട്രി ഇൻ 1 ഇയർ. ഒരു വർഷത്തിൽ ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ ഇൻകംസ് റിസീവ്ഡ് ബൈ ഓൾ പീപ്പിൾ ഓഫ് എ കൺട്രി. ഓരോ പീപ്പിൾസും അവരുടെ ഇൻകം റിസീവ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത്, സം ഓഫ് ഓൾ ഇൻകംസ് റിസീവ്ഡ് ബൈ ഓൾ പീപ്പിൾ ഓഫ് എ കൺട്രി ഇൻ 1 ഇയർ. അതാണ് അതിൻ്റെ സം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ ഇൻകം എന്ന് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? Disposable personal income means the income that is available to individuals that can be disposed at their will. അതായത് അവരെന്ത് ചെയ്യുക, ഡിസ്പോസ്ഡ് ചെയ്യുക അവർ ഒരു ഇൻകം അല്ലേ. എങ്ങനെ? ആസ് ഡയറക്റ്റ് ടാക്സ് ഈസ് ഇൻകം ദാറ്റ് കനോട്ട് ബി ഡിസ്പോസ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽ. ഡയറക്റ്റ് ടാക്സ് ഡിസ്പോസ്ഡ് ആണോ? അല്ല. ഇൻകം ഇത് കനോട്ട് ബി ഡിസ്പോസ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽ. ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം കണക്കാക്കുന്നത് പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ്. അയാൾക്ക് നേരിടുന്ന ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണോ അതേ മൈനസ് പേഴ്സണൽ ഇൻകം, അയാളുടെ പേഴ്സണൽ ഇൻകം എത്രയാണോ അതേ പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ് ആണ് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം മീൻസ് ദ ഇൻകം ദാറ്റ് ദി അവൈലബിൾ ടു ഇൻഡിവിജ്വൽസ് ദാറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് അറ്റ് ദെയർ വിൽ. അയാൾ ഡിസ്പോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അയാളുടെ ബില്ലിങ്സ് എത്രയാണോ അതാണ് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ആദ്യം അയാളുടെ പേഴ്സണൽ ഇൻകം എത്രയാണെന്ന് നോക്കും, അയാൾക്ക് അതിൽ നിന്ന് എടുക്കുന്ന ഡയറക്റ്റ് ടാക്സസ് എത്രയാണെന്ന് നോക്കും, അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ബാക്കി. ഓക്കെ, നെക്സ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദി ആവറേജ് ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഓർ കൺട്രി. ഒരു റീജിയനിലെ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ ആളുകൾ ഏൺ ചെയ്യുന്ന എന്താണ് ആവറേജ് ഇൻകം, അതിൻ്റെ മെഷറിനെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദി ആവറേജ് ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഒരു പർട്ടിക്കുലർ റീജിയനിലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ ആളുകൾ ഏൺ ചെയ്യുന്ന ആവറേജ് ഇൻകത്തിനെ മെഷർ ചെയ്യുന്നതിനെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ഇൻ ദി റീജിയൻ ഓർ കൺട്രി ബൈ ദി ടോട്ടൽ പോപ്പുലേഷൻ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിവൈഡിങ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ഇൻ ദി റീജിയൻ ഓർ കൺട്രി. നമ്മൾ എത്രയാണോ ഏൺ ചെയ്യുന്നത്, അത് റീജിയനിൽ അല്ലെങ്കിൽ കൺട്രിയിൽ ഒരാൾ ടോട്ടൽ ഇൻകം എത്രയാണ് ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകം ബൈ ദി ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് ഇത് ബൈ ചെയ്താണ് എന്താണ് പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്തുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ അങ്ങനെ രീതിയിലാണ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം അതായത് അയാളുടെ വരുമാനം എത്രയാണോ, നാഷണൽ ഇൻകം എത്രയാണോ അതേ ബൈ പോപ്പുലേഷനാണ് എന്തെന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ ഈസിക്കൽ ടു പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഇതിനകത്ത് നമ്മൾ ഇപ്പം പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ GDP എന്താണെന്ന് പറഞ്ഞു, അതിൽ NDP എന്താണെന്ന് പറഞ്ഞു, പിന്നെ GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം NNP അതായത് GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് NNP എന്ന് നമ്മൾ കണ്ടു. ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാല്യൂ ഫ്രം വിയർ ആൻഡ് ടിയർ ഓവർ ഗിവൺ പീരീഡ് ഓഫ് ടൈം ആണെന്ന് കണ്ടു. ഓക്കെ, പിന്നെ ഗ്രീൻ GNP ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഗ്രീൻ GNP എന്താണെന്ന് പറഞ്ഞു? ഗ്രീൻ GNP എന്തിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്? എൻവയോൺമെൻറ്റ് ഡാമേജിന് വേണ്ടി GNPനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഗ്രീൻ GNP എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സണൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു, ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു, പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞല്ലോ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. അതായത്
നാഷണൽ ഇൻകം കണക്കാക്കാനുള്ള മെഷർമെൻറ്റ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, 3 തരത്തിലാണ് മെഷർമെൻറ്റിനെ തിരിച്ചിരിക്കുന്നത്. ദ ഔട്ട്പുട്ട് മെത്തേഡ്, ദ ഇൻകം മെത്തേഡ്, ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ എത്ര മെത്തേഡാണ്? 3 മെത്തേഡ്സ് ആണ് എന്തിനുള്ളത്? മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കണക്കാക്കാൻ 3 മെത്തേഡ്സ് ആണുള്ളത്. ദ ഔട്ട്പുട്ട് മെത്തേഡ് ഉണ്ട്, ദ ഇൻകം മെത്തേഡ്, ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, എന്താണ് ദ ഔട്ട്പുട്ട് മെത്തേഡ്? എന്താണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഔട്ട്പുട്ട് മെത്തേഡിനെ പ്രോഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, എന്താണ് പ്രോഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും എന്തിനെ അറിയപ്പെടുന്നു? അതെ, ദ ഔട്ട്പുട്ട് മെത്തേഡിനെ പ്രോഡക്റ്റ് മെത്തേഡ് എന്നും വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി എന്താണ് ഇതെന്ന് നോക്കാം. Sum total of values of output produced or services rendered by the different sectors of the economy during a year. Value of goods and services sold in the market. അതായത് നമ്മുടെ സം ടോട്ടൽ ഓഫ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസേഴ്സ് ഓർ സർവീസ് റെൻഡേഡ് ബൈ ദി ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി ഡ്യൂറിങ് ഒരു വർഷം. ഇപ്പം ഡ്യൂറിങ് എ ഇയർ, ഒരു ഇയറിൽ എന്താണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എത്രത്തോളം ഔട്ട്പുട്ടാണോ അവിടെ ഉണ്ടാകുന്നത്, സം ടോട്ടൽ ഓഫ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ ഔട്ട്പുട്ട് മെത്തേഡിനകത്ത് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ടോട്ടലിനെയാണ് ഇത് കാണിക്കുന്നത്. അതെ, ഔട്ട്പുട്ടാണ് നമ്മൾ ടോട്ടൽ ഓഫ് ഔട്ട്പുട്ട്, എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്തു, അതും ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഒരു വർഷം എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ ഔട്ട്പുട്ട് മെത്തേഡിനകത്ത് പറയുന്നത്. ഓക്കെ, മെത്തേഡ് കാണുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ദ ഔട്ട്പുട്ട് മെത്തേഡിനെ പ്രൊഡക്റ്റ് മെത്തേഡെന്നും വാല്യൂ ആഡഡ് മെത്തേഡെന്നും പറയുന്നു. ഓക്കെ, ഔട്ട്പുട്ട് മെത്തേഡിനെ എന്തെന്ന് പറയുന്നു? പ്രോഡക്റ്റ് മെത്തേഡെന്നും വാല്യൂ ആഡഡ് മെത്തേഡെന്നും അറിയപ്പെടുന്നു. ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്? നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ നമ്മൾ എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു, എത്രത്തോളം വിതരണം ചെയ്യുന്നു, എത്ര ഔട്ട്പുട്ട് എന്നതുള്ളതാണ് ഇവിടെ കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എന്താണ് ഇൻകം മെത്തേഡ്? ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം. വരുമാന രീതി എങ്ങനെയായിരിക്കും? ഇൻകം മെത്തേഡ് എങ്ങനെയായിരിക്കും? ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ സം ടോട്ടൽ ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും ഒക്കെ ഓരോ റിവാർഡും ഉണ്ട് അല്ലേ, ഓരോ ഇൻകവും ഉണ്ട് അല്ലേ. ഈ ഇൻകത്തിൻ്റെ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും റിസീവ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടോട്ടലിനെയാണ്, മൊത്തത്തിലുള്ള ആകെയുള്ള ടോട്ടലിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസീവ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നാഷണൽ ഇൻകം ഇസ് ഇക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് IN പ്ലസ് പി. എന്താണെന്ന് ഓരോന്നും പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിന് എന്താണ് കിട്ടുന്നത്? റെൻറ്റ്. ലേബറിന് എന്താണ് കിട്ടുന്നത്? വേജസ്. പിന്നെ ക്യാപിറ്റലിന് എന്താണ് കിട്ടുന്നത്? ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിനെയാണ്, ഇതിൻ്റെ സം ടോട്ടലിനെ, ഇവയെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻകം മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സം ടോട്ടൽ ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഇൻകം മെത്തേഡ്. എങ്ങനെയാണ് കണക്കാക്കുന്ന സമവാക്യം? നാഷണൽ ഇൻകം ഇസ് ഇക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് IN പ്ലസ് പി. ഓക്കെ, ആറും ഡബ്ല്യുവും INും പിയും എന്താണെന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ്സ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാൻഡിന് എന്ത് കൊടുക്കുന്നു? ലേബറിന് എന്ത് കൊടുക്കുന്നു? ലാൻഡിന് റെൻറ്റ് കൊടുക്കുന്നു, ലേബറിന് വേജസ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു,
ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് അറിയാമല്ലോ. അപ്പം അതിൻ്റെ സം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാൽ എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്? സം ടോട്ടൽ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം ഒരു കൺട്രി നേരിടുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെയും ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തെ ഒരു രാജ്യം നേരിടുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെയും ആകെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നാഷണൽ ഇൻകം ഇസിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി. ഓക്കെ, നാഷണൽ ഇൻകം ഇസിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി. നാഷണൽ ഇൻകം ഇസിക്കൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷനിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ. ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ജി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പം എന്താണ്? കൺസംഷനിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇത് മൂന്നും കൂടി ചേരുന്ന ഇതിൻ്റെ മൊത്തം എടുത്തു പറയാൻ പറ്റുന്നതാണ് ഇവ മൂന്നും. പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചേഴ്സാണ് ഇത്. അപ്പം ഈ മൂന്നെണ്ണവും അല്ലാതെ ഉള്ള എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട് എല്ലാം. അങ്ങനെ നമ്മുടെ കൺട്രിയിൽ ഒരു വർഷം എത്രത്തോളം എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടലിനെയാണ്, എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സിൻ്റെയും ആകെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷനാണ് നാഷണൽ ഇൻകം ഇസിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ്. മനസ്സിലായല്ലോ? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ മൂന്ന് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം പഠിച്ചു. ഒന്നാമത്തെ ദ ഔട്ട്പുട്ട് മെത്തേഡ്. അവിടെ എന്താ നോക്കുന്നത്? ഔട്ട്പുട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്, എത്ര ഔട്ട്പുട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ആകെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് മെത്തേഡ് കാണുന്നത്. ദ ഇൻകം മെത്തേഡ് എന്താ പറയുന്നത്? നമ്മൾ എത്രത്തോളം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കൊടുക്കുന്ന ആ റിവാർഡിൻ്റെ ആകെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് ദ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ റിവാർഡ് അറിയാൻ എളുപ്പമാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ ടൈപ്പിലുമുള്ള എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ ആകെ ടോട്ടലിനെയാണെന്ന് പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള സമവാക്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? NI ഇസിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇത്രയും കൂടി ചേരുന്നതാണെന്ന് പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള മെഷർമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ മെഷർമെൻറ്റിന് ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ മെഷർമെൻറ്റിനുള്ള ഡിഫിക്കൽറ്റീസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്? ഡിഫിക്കൽറ്റീസ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, നോക്കാം. നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ പോയിന്റ് ഇൻഫോർമൽ എക്കണോമി. മൂന്നാമത്തെ പോയിന്റ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നാലാമത്തെ പോയിന്റ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അഞ്ചാമത്തെ പോയിന്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. സിക്സ്ത് പോയിന്റ് ടൈം ലാഗ്സ്. സെവൻത് പോയിന്റ് ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. എന്താണ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നാഷണൽ ഇൻകം മെഷേഴ്സ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി മാർക്കറ്റ് എക്കണോമി. However, non-market activities such as household work, volunteer work and illegal activities are not included in the calculation of national income. നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്ത് എന്ത് ആഡ് ചെയ്യുന്നില്ല? വോളണ്ടിയർ വർക്ക് ആഡ് ചെയ്യുന്നില്ല, ഹൗസ് ഹോൾഡിൻ്റെ വർക്ക് ആഡ് ചെയ്യുന്നില്ല, ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ വർക്ക് ആഡ് ചെയ്യുന്നില്ല. ഇതൊന്നും എന്ത് ആഡ് ചെയ്യുന്നില്ല? ഈ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആയതൊന്നും എന്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല? നാഷണൽ ഇൻകത്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഉണ്ട് ഇൻഫോർമൽ എക്കണോമി. എന്താണ് ഇൻഫോർമൽ എക്കണോമി? എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി
in developing countries takes place in the informal sector which is not recorded in official statistics. This can result in an underestimation of national income and may lead to inaccurate economic policy decisions. നമുക്ക് ഇൻഫോർമൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് നമുക്ക് കിട്ടാത്ത ആക്യുറേറ്റ് ആയിട്ടുള്ള എന്താണ് എക്കണോമിക് ഡിസിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ പോളിസി ഡിസിഷൻസ് ഒക്കെ എന്തിന് ആഡ് ചെയ്യുന്നില്ല, ഈ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാതെ വരുമ്പോൾ, അതായത് ഫോർമൽ എക്കണോമിയെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്തിട്ട് ഇൻഫോർമൽ എക്കണോമിയിലെ ഡിസിഷൻസ് ഒന്നും എന്തിനെ നാഷണൽ ഇൻകത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഇപ്പം നമ്മുടെ ധാരാളം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ ടോട്ടൽ എല്ലാം എടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല അല്ലേ, അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അതിൻ്റെ വാല്യൂ എത്ര ആണെന്ന് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അത് മറ്റൊരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എന്തായിരിക്കും എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്? Okay, national income measures the value of economic activity, but it does not take into account of environmental cost associated with that activity. അതായത് നമ്മൾ എൻവിയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡഡ് അല്ല അല്ലേ, ഒന്നും നമ്മൾ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുന്നില്ല അല്ലേ, അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന എൻവിയോൺമെൻറ്റൽ കോസ്റ്റിനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്തിനകത്ത്, നാഷണൽ ഇൻകത്തിനകത്ത്. ഓക്കെ, അടുത്ത ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. National income measures the total income earned in an economy, but it does not provide information on how that income is distributed. നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന എന്താണ്, ടോട്ടൽ ഇൻകം ഏൺഡ് ഇൻ ആൻ എക്കണോമി. നമ്മുടെ എക്കണോമിയിൽ എങ്ങനെ ടോട്ടൽ ഇൻകം ഏൺ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ചൊരു വിവരവും എന്ത് കൊടുക്കുന്നില്ല, നാഷണൽ ഇൻകം കൊടുക്കുന്നില്ല, അതിൻ്റെ മെഷർമെൻറ്റിനകത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ടൈം ലാഗ്സ്. നാഷണൽ ഇൻകം ഡേറ്റ ഈസ് ഓഫൻ കളക്റ്റഡ് വിത്ത് എ ടൈം ലാഗ് which can lead to inaccuracies in economic policy decisions. In addition, revisions to national income estimates may be made in the future which can affect the accuracy of historical data. അതായത് നമ്മുടെ ടൈം ലാഗ് ഉണ്ടല്ലോ, ഇത്രയും ഒരു വർഷം അല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് അല്ലേ. അപ്പം അത്രയും ടൈം ലാഗ് വരുമ്പോഴത്തേനും നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അത്രയും ടൈം ലാഗ് വരുമ്പോഴത്തേന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് നേരത്തെ ഡിസിഷൻ എടുക്കാനോ പോളിസി ഡിസിഷൻസ് എടുക്കാനോ ഒന്നും നമുക്ക് ഇതുകൊണ്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി. നാഷണൽ ഇൻകം ഡേറ്റ മേ നോട്ട് ബി ഡയറക്ട്ലി കമ്പാരബിൾ between countries due to differences in data collection methods, definitions and standards. This can make it difficult to make accurate international comparisons of economic performance. അതായത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ബിറ്റ്വീൻ കൺട്രീസ് തമ്മിലുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ പെർഫോമൻസും ഇൻ്റർനാഷണൽ പെർഫോമൻസും തമ്മിൽ എന്താണ് കമ്പാരിസണത്തിനുള്ള എന്താണ് ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നില്ല. ഇതും എന്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസിനകത്ത് റെക്കോർഡഡ് അല്ല. അതുപോലെ തന്നെ ഫോർമൽ എക്കണോമിയെക്കുറിച്ച് പറയുന്നു, പക്ഷേ ഇൻഫോർമൽ എക്കണോമിയുടെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എന്തിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, ഈ നാഷണൽ ഇൻകത്തിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എൻവിയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തിനകത്ത് നാഷണൽ ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട്, അതായത് ടോട്ടൽ ഇൻകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ആ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കാണുന്നില്ല. അതുപോലെ തന്നെ ടൈം ലാഗുകൾ ഉണ്ടാകുന്നു അല്ലേ, ടൈം ലാഗ്സ്. പിന്നെ അതുപോലെ ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി, ഇതൊക്കെ എന്തിനാണ്, ഈ ഡിഫിക്കൽട്ടീസ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകത്തിന് കാരണമാണ്. ഇത്രയും ഡിഫിക്കൽട്ടീസാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ്, ആദ്യം നാഷണൽ ഇൻകം എന്താണെന്ന് പഠിച്ചു,
നാഷണൽ ഇൻകം എന്താണെന്ന് പഠിച്ചതിന് ശേഷം അത് നാഷണൽ ഇൻകത്തിൻ്റെ നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. GDP, NDP, GNP, NNP, ഗ്രീൻ GNP, പേഴ്സണൽ ഇൻകം, അങ്ങനെ പെർ ക്യാപിറ്റ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, അങ്ങനെ ഓരോന്ന് കണ്ടു. അതിനുശേഷമാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, എന്തെല്ലാം മെത്തേഡ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡ്സും കണ്ടതിന് ശേഷമാണ് നമ്മളെന്താണ് ഇത് നമുക്ക് ആ മെഷർമെൻറ്റിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കിയത്. ഡിഫിക്കൽട്ടീസ് ഒരു 7 ഉണ്ട്. നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്, ഇൻഫോർമൽ എക്കണോമി, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇൻകം ഡിസ്ട്രിബ്യൂഷന്, ടൈം ലാഗ്സ്, ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവുക, ആൻസേഴ്സിലേക്ക് പോവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് GDP സ്റ്റാൻഡ്സ് ഫോർ? ഹൗ ഇസ് NDP കാൽക്കുലേറ്റഡ്? നമ്മൾ പറഞ്ഞതാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ദി ആവറേജ് ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഓർ കൺട്രി? വാട്ട് ഡസ് GNP സ്റ്റാൻഡ്സ് ഫോർ? What is the total income earned by all individuals and business within a country's borders during a specific period of time? What is the method of measuring national income? By adding up the total value of all goods and services produced within a country's borders. What is the method of measuring national income? By adding up the total income earned by all individuals and businesses within a country's borders. What is the method of measuring national income? By adding up the total amount of money spent on goods and services within a country's borders. Okay, ഇത്രയും ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം ആൻസേഴ്സിലേക്ക് പോയാൽ മതി. ഓക്കെ, താങ്ക് യു.